പുനലൂർ നഗരസഭ നേരിടുന്ന രൂക്ഷമായ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണുന്നതിന് നഗരസഭ പദ്ധതി തയ്യാറാക്കുന്നു. 50 കോടി രൂപ ചെലവഴിച്ച് 6 മാസം കൊണ്ട് പൂർത്തിയാക്കുന്ന പദ്ധതിക്കാണ് നഗരസഭ രൂപം കൊടുത്തിരിക്കുന്നത്. കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിന് നഗരസഭ പ്രോജക്ട് തയ്യാറാക്കുവാൻ വാസ്കോൾ എന്ന വാട്ടർ അതോറിറ്റി വിങ്ങിനെ ഏൽപ്പിച്ചിരുന്നു. എന്നാൽ ഇവർ പ്രോജക്ട് ഫീസായി ആവശ്യപ്പെട്ടത് 50 ലക്ഷം രൂപയായിരുന്നു. ഇത് പദ്ധതി രൂപരേഖ തയ്യാറാക്കുന്നതിന് കാലതാമസം വരുത്തി. കുടിവെള്ള പ്രശ്നം രൂക്ഷമായ സാഹചര്യത്തിൽ പുനലൂർ നഗരസഭയിൽ നിന്ന് 2 വാഹനങ്ങൾ ടാങ്കർ വഴി 35 വാർഡുകളിലും ജലം എത്തിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതിന് ശാശ്വതമായ ഒരു പരിഹാരം നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയില്ല. ഞങ്ങൾ റവന്യൂ അധികാരികളുമായി ബന്ധപ്പെട്ട് 2 ആഴ്ചയ്ക്കുള്ളിൽ അവരും കൂടെ സഹായിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ റവന്യൂ അധികാരികളുടെ നിലപാടിൽ ഞങ്ങൾക്കത്ര വിശ്വാസമില്ല. ആയതുകൊണ്ട് ഞങ്ങൾ തന്നെ 35 വാർഡുകളിലും വെള്ളം എത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പുതിയ പദ്ധതിയെക്കുറിച്ച് ഞങ്ങൾ ആലോചിക്കുകയുണ്ടായി. പുതിയ പദ്ധതി എന്ന് പറയുമ്പോൾ ശാശ്വതമായ പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ഒരു പദ്ധതിക്കാണ് ഞങ്ങൾ രൂപം കൊടുത്തിരിക്കുന്നത്. ഈ കുടിവെള്ളക്ഷാമം ഇത്രയും രൂക്ഷമായ ഘട്ടത്തിൽ പോലും പുനലൂർ നഗരസഭ കുടിവെള്ളം കൊടുക്കുന്നു എന്നുള്ളതുകൊണ്ട് ഈ പ്രശ്നത്തിലേക്ക് ഇടപെടാൻ തയ്യാറാകാത്ത റവന്യൂ അധികാരികൾ നിൽക്കുകയാണ്. ഈ വർഷം പുനലൂർ നഗരസഭയുടെ ഈ ഉടമസ്ഥയിലുള്ള ഈ 3 വാഹനങ്ങളിൽ മാത്രം കുടിവെള്ളം കൊടുത്തുകൊണ്ട് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയില്ല. അതുകൊണ്ട് റവന്യൂ അധികാരികൾ, പ്രത്യേകിച്ച് തഹസീൽദാർ അടക്കമുള്ള ആളുകൾ അല്പം കൂടി ഗൗരവത്തോടെ ഈ പ്രശ്നത്തെ സമീപിക്കണം എന്ന് ഞങ്ങൾ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. വിഷയം വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്ന് അശോക് സിംഗ് IPSനെ ചുമതലപ്പെടുത്തുകയും വാട്ടർ അതോറിറ്റിയും നഗരസഭയും തമ്മിൽ നടത്തിയ ചർച്ചയിൽ ചെറിയ തുകയ്ക്ക് പ്രോജക്റ്റ് തയ്യാറാക്കുവാൻ വാട്ടർ അതോറിറ്റി വിങ്ങിനെ ചുമതലപ്പെടുത്തുകയുമായിരുന്നു. ന്യൂസ് ബ്യൂറോ, പുനലൂർ.